പ്രിയ പ്രേക്ഷകർക്ക് മാക്ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ വെച്ചാലല്ല പോകുന്നത്, നീ എന്നാ വെക്കണ്ട പോകുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ജൈത്രയാത്ര സൂര്യനെ കാണാൻ. അതെ, ഒരു സൂര്യാസ്തമയൊക്കെ കണ്ടിട്ട് വരാം. കുറച്ച് വെറൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഈ സൂര്യാസ്തമയം എന്ന് പറയുമ്പോ നമുക്ക് ഏകദേശം കാസർഗോഡിന്റെ ഒരു കുറച്ച് ശതമാനം, നല്ലൊരു ശതമാനം കാസർഗോഡിന്റെ ഒരു സൈഡ് ഫുള്ള് കാണാൻ പറ്റും. പോരാത്തതിന് കടല് കാണാം, കടലിൽ അസ്തമിക്കുന്ന സൂര്യനെ കാണാം, അപ്പുറത്തുള്ള കുന്ന് കാണാം, മല കാണാം, മലം ചെരുവുകൾ കാണാം. അപ്പൊ നമുക്ക് ഏതായാലും അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മളുള്ളത് മഞ്ഞപ്പൊതിക്കുന്നിലാണ്, മഞ്ഞമ്പൊതിക്കുന്ന്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഈ മല ഉണ്ടായതിൻ്റെ ഒരു കഥ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഹനുമാൻ മരുത്ത മലയും കൊണ്ട് പോകുമ്പോൾ അതിൽ നിന്ന് അടർന്നു വീണ ഒരു ചെറിയ കഷ്ണമാണ് ഈ മല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ കുന്ന്, നമ്മൾ നിൽക്കുന്ന കുന്നല്ല, അത് അങ്ങോട്ടേക്ക് നോക്കിയാൽ ആ കുന്നിൻ്റെ മുകളിൽ മലയിൽ ആ കാണുന്നതാണ് നമ്മളെ ഹനുമാൻ്റെ ഒരു ക്ഷേത്രമാണ്. ആ ടോപ്പിൽ കാണുന്നത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല. ഇപ്പോ അവിടെ ഒരു 5:40 ആകുമ്പോഴത്തേക്കും തുറക്കും. പക്ഷെ ഉള്ളില് മെയിൻ ഇത് തുറക്കൂല, അതെല്ലാ പൗർണമി ദിവസമാണ് മെയിനായിട്ട് അവിടെ തുറക്കലും പൂജയും കാര്യങ്ങളെല്ലാം ഉള്ളത്. ഇപ്പം ജസ്റ്റ് ഒരു തുറക്കും, 5:40 ആകുമ്പോൾ തുറക്കും. അവിടെ പോയിരിക്കാം. പീസ്ഫുൾ ആണ്, കടലെല്ലാം കാണാം, നല്ല അടിപൊളിയായിട്ട് സൂര്യന്റെ സെറ്റപ്പ് എല്ലാം കാണാം. അതെ, കാണണം. പിന്നൊരു കാര്യമുള്ളത്, നിങ്ങൾ അവിടെ നോക്കിയിട്ട് ഹനുമാന്റെ അമ്പലം കണ്ടില്ലെങ്കിൽ നമ്മൾ കാണിക്കും. അതല്ല, ഇവിടുന്ന് അവിടെ നോക്കുമ്പോ കാണുന്നില്ല എന്ന് പരാതി പറയരുത്. ചെറിയ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യണത് കേട്ടോ, അത് നിങ്ങൾ ആലോചിക്കണം. കുറെ ലിമിറ്റേഷൻസ് എന്തായാലും ഉണ്ടാവല്ലോ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമ്മൾ വളർന്നാൽ തീർച്ചയായിട്ടും നമ്മളൊരു ക്യാമറയൊക്കെ വാങ്ങി നിങ്ങളെ കൂടുതൽ സെറ്റപ്പായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, അതാണ് മെയിൻ. അപ്പോൾ നമ്മൾ ഇനിയൊരു ചെറിയ സൂത്രം കാണിച്ചാൽ, ഇവിടെയുള്ള മഞ്ഞമ്പതി കുന്നിലൊരു ചെറിയ കെയർ ടേക്കർ ഉണ്ട്. ഞങ്ങളിവിടെ വന്ന് പരിചയപ്പെട്ട്, കുന്നിലല്ല കേട്ടോ, അമ്പലത്തിലൊരു കെയർ ടേക്കർ. അപ്പോൾ പരിചയപ്പെട്ട് പുള്ളിയുടെ ഒരു എന്താ പറയുക, കായിക അഭ്യാസം നമുക്കൊന്ന് കണ്ടു നോക്കാം.
ഓക്കെ. അപ്പോൾ നമ്മളിപ്പം കണ്ട പ്രകടനം നമ്മളെ സ്വന്തം ശ്രീകാന്ത് ഏട്ടൻ്റെ ആയിരുന്നു. ശ്രീകാന്ത് ഏട്ടൻ അപ്പുറത്തെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയി. അതെ. അപ്പോൾ ശ്രീകാന്ത് ഏട്ടന് ആ ഒരു നടത്താം. ഇത് നല്ല ഒരു ചെരുവിലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ആ കുന്നിൻ്റെ ചെരുവിൽ അങ്ങനെ നടക്കാൻ പറ്റിയ, അങ്ങനെ നടന്ന് കാണിച്ച ശ്രീകാന്ത് ഏട്ടന് നേരെ തന്നെ നടക്കാൻ പറ്റുന്നില്ല ഇതിലേ കൂടി. അത് പിന്നെ കുറച്ച് അത് അടിപൊളിയായിരുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ളോഗിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാർ, ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ, ഇവിടേക്ക് എത്തിപ്പെടാൻ കുന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർ വരുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ കുന്നിൻ്റെ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏരിയ ഉണ്ടല്ലോ, കുറച്ച് പച്ചപ്പ് പിടിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ കുന്നിൻ്റെ അടിപൊളി രസമാണ്. നല്ലൊരു വ്യൂ ആണ്. ഈ സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ മഞ്ഞമ്പതി കുന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കുള്ള വഴി കിട്ടും. നേരെ ഇങ്ങോട്ടേക്ക് വരിക. ആനന്ദാശ്രമം ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. അവിടെ നിന്ന് നമുക്ക് വീരമാരുതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ആരോ ചിഹ്നം ഇട്ടിട്ടുള്ള ബോർഡ് ഉണ്ട്. ബോർഡ് നോക്കി വന്നാൽ നമുക്ക് ഇവിടെ എത്താം. ഇടയ്ക്ക് കുറച്ചൊരു താറില്ലാത്ത സ്ഥലം ഉണ്ടെന്നുള്ളൂ, എന്നാലും വലിയ മോശമൊന്നുമില്ല, കയറി വരാം. അതെ. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ഓക്കെ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താൽക്കാലികമായി ഒരു വിട.